ഡിയേഴ്സ് വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുറേ ഓർഡറുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രീ പ്ലാൻസ് എന്ന് പറഞ്ഞ ഒരു വീഡിയോക്ക് കണ്ടോ, ഇത്രയധികം മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ദിവസം വന്നതാണ്, ഇതിൻ്റെ പുറമെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പം കുറേ പേർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അറിയാമല്ലോ, ഇത് ഹോം ഗാർഡനാണ്, അല്ലാതെ വലിയൊരു ഇത് ആയിട്ടല്ല. അപ്പോൾ ഫസ്റ്റ് വന്ന ആൾക്കാർക്കൊക്കെ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു 15 പേരെ സെലക്ട് ചെയ്ത് 15 പേർക്കാണ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് ഒരു ദിവസം വന്ന മെസ്സേജ് നോക്കണം. അപ്പം പിന്നെ കിട്ടാത്തവരുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം ഈ പ്ലാന്റുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ പാക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇതൊരു പെയ്ഡായിട്ടുള്ളൊരിതാണ്, അവർക്കുള്ളതാണത്. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഫുൾ പെയ്ഡാണ് കേട്ടോ. ബാക്കിയുള്ളവരും പൈസ തന്നവരും പൈസ തരാത്തവരൊക്കെ ഉണ്ട്. ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, ചെറിയ കുട്ടീനെ വെച്ച് ചെയ്യണ പണിയല്ലേ, നല്ല വിലയുള്ള പ്ലാന്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറഞ്ഞ വിലകൾ തന്നിട്ട് നമ്മളെ സന്തോഷത്തോടെ ഹെൽപ്പ് ചെയ്തവരുണ്ട് കേട്ടോ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോലും നിർബന്ധിച്ച് എനിക്ക് പൈസ തന്നവരുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഭയങ്കര നന്ദിയുണ്ട് കേട്ടോ. എൻ്റെ ചാനൽ റീച്ചാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. നമ്മൾ മെയിൻ ഉദ്ദേശം അതല്ല, ആരായാലും ഒരു പണി തുടങ്ങുമ്പോൾ അതൊരു റീച്ച് ആവണം എന്നുള്ള ഉദ്ദേശത്തോടല്ലേ തുടങ്ങുക. അതുപോലെ തന്നെയാണ് ഞാനും, എൻ്റെ ചാനലൊന്ന് റീച്ച് ആവണം തന്നെയാണ് എൻ്റെ ആവശ്യം. അപ്പം അതേതായാലും ചെറിയ രീതിയിലൊക്കെ നടന്നിട്ടുണ്ട്. 1K ആയിട്ടില്ല, എന്നാലും ആവാനായിട്ടുണ്ട്. അൽഹംദുലില്ലാ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. അപ്പം ഇത് ഞാൻ ഈ പ്ലാന്റുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റാണ് കേട്ടോ. അപ്പം കുറേ പ്ലാന്റ് ഉണ്ട്. എൻ്റെ കയ്യിലൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ചെടികളാണ്. പിന്നെ എനിക്ക് എല്ലാ ചെടികളും കൂടെ മാറ്റി നടാനുള്ള ടൈമില്ല. ഉള്ള ചെടികൾ ഞാനിതേപോലെ ഫ്രീ ആയിട്ട് കൊടുത്താൽ എൻ്റെ ചാനലൊന്ന് വളരുമല്ലോ. അപ്പോൾ എനിക്ക് വീട്ടിലുള്ള ഒരു വീഡിയോ ചെയ്യാനൊരു മാധ്യമം ഉണ്ടാവുമല്ലോ എന്നൊക്കെ വെച്ചിട്ടാണ്, വരുമാനം ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗം ഉണ്ടാവുമല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഞാൻ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തത്. അത് ഭയങ്കരമായിട്ട് സക്സസ്സായി. ഭയങ്കരമായിട്ടല്ല, ചെറുതായിട്ട് സക്സസ്സായി. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇത് തട്ടിപ്പാണ്, ഉടായ്പാണ്, ആർക്കെങ്കിലും ചെടി കിട്ടിയോ, എന്നിട്ട് ആർക്കും കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇത് പാക്ക് ചെയ്യലൊക്കെ നല്ല പണി തന്നെയാണ് കേട്ടോ. ആലോചിച്ചറിയാലോ, ഒരു കുട്ടീനെ വെച്ച് എത്രത്തോളം ഈ ചെടികൾ പാക്ക് ചെയ്യും. നല്ല പണിയാണ് ഇത് പാക്ക് ചെയ്ത് വരാനൊക്കെ, ഇത് ഓരോരുത്തരെ തിരിക്കാനൊക്കെ. അങ്ങനെ എല്ലാ ചെടികളും നമ്മൾ പാക്ക് ചെയ്ത ശേഷം ഒരു 2 മണിക്കൂർ സമയമെടുത്തു. പിന്നെ നമ്മൾ ചകിരിച്ചോറൊക്കെ വെച്ച് അതിൽ പൊതിഞ്ഞ് പിന്നെ ഒരു ഇതാക്കിയിട്ട് വീണ്ടും ആ ഒരു കാർഡ്ബോർഡിനെ കൊണ്ട് റാപ്പ് ചെയ്ത് അതിന് അഡ്രസ്സ് ഒട്ടിച്ച് ഇങ്ങനെയൊക്കെ ആക്കി നല്ല പാടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ സന്തോഷമുണ്ട് എനിക്ക് ഈ കാര്യത്തിൽ. കാരണം എൻ്റെ ചാനൽ ചെറിയ രീതിയിലൊക്കെ ഒന്ന് മൂവ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കതിൽ അൽഹംദുലില്ലാ, ഞാൻ പടച്ചവനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും അറിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരോട് ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇന്ന് DTDCയിൽ കൊറിയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് പോകുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് കുട്ടീനായിട്ട് പോയി ചെയ്യാനുള്ളൊരു ഇതില്ല. അപ്പോൾ ഞാനും ഹസ്ബൻഡിൻ്റെ സഹായം ചോദിച്ചാണ് കേട്ടോ. അപ്പം എൻ്റെ മോൾക്ക് ഭയങ്കര വിഷമമുണ്ട് ചെടികൾ കൊടുക്കുന്നതിന്. കാരണം ഓക്കും പിന്നെ പോലെ തന്നെ ചെടികൾ നല്ല ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ പാക്ക് ചെയ്ത് നമ്മളെ ചെടികളൊക്കെ മുറിച്ച് വെക്കുമ്പം നമുക്കൊരു ഫീലുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ചെടികൾ വേറെ വീടുകൾ തേടിയിട്ട് പോവുകയാണ് കേട്ടോ. അവിടെയൊക്കെ നന്നായിട്ട് വളരട്ടെ, കൊണ്ടുപോയവരൊക്കെ നന്നായിട്ട് വളർന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തരണം കേട്ടോ. നമ്മൾ ഞാൻ എൻ്റെ മക്കളെ പോലെ വളർത്തി കൊടുക്കുന്ന ചെടികളാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ നോക്കുക, വളർത്തുക. അപ്പം അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോഴാണ് മഴയായിട്ട് ഹസ്ബൻഡ് പുറത്ത് പോകുന്നില്ല, ഇവിടെ ഇൻഡസ്ട്രിയിലാണ് പണി എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പോകാൻ ഒരാളായാലും എന്ന് വെച്ചിട്ട് ഹസ്ബൻഡിനെ കൂട്ടിയിട്ടാണ് പിന്നെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമായി, എനിക്ക് ഹാപ്പിയായി. അപ്പം ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ ആർക്കെങ്കിലും കിട്ടിയോ, തട്ടിപ്പായിരിക്കും, പിന്നെ വെറുതെ പറയുകയാണ്, സബ്സ്ക്രൈബേഴ്സും ലൈക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആലോചിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. എനിക്ക് ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. അതിൽ എത്രയോ പേർ പങ്കെടുക്കുന്നില്ല ഗീവ് അവേയിൽ. പക്ഷെ ഒരാൾക്കല്ലേ കിട്ടുന്നുള്ളൂ ഗീവ് അവേയിൽ. അതുപോലെ ഞാനും എൻ്റെ ചാനൽ റീച്ചിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇത്രയധികം നല്ല പ്ലാന്റ്, നല്ല വിലയുള്ള പ്ലാന്റ് ആയിട്ട് പോലും ഞാനിതുപോലെ ചെയ്തത്.
പിന്നെ കുറേ ചെടികളുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ചാനൽ റീച്ച് ആക്കാനൊരു മാർഗ്ഗമായിട്ട് എനിക്ക് തോന്നിയത് ഈ ചെടികൾ ഇങ്ങനെ കൊടുക്കുക എന്നുള്ള ഒരു ഇതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ നന്ദി കേട്ടോ, ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ കിട്ടാത്തവർ വിഷമിക്കേണ്ട, ഞാൻ വീണ്ടും ഇതുപോലെ ഞാൻ ചെയ്യും. അന്നേരം കിട്ടാത്തവരെ ഞാൻ പരിഗണിക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോഴും എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്, പൈസക്ക് തരുമോ ചെടികൾ, അഗ്ലോണിമ ഇനി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഉള്ളവർക്ക് ഞാൻ കൊടുക്കും എന്തായാലും, ചെറിയ വിലക്ക്. അത് ഞാൻ ചെറിയ വിലക്ക് ആണ് കൊടുക്കുന്നത്. പക്ഷേ ഞാനിത് നിങ്ങൾ ഫ്രീ ആണ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടത് പിന്നെന്താ പൈസ വാങ്ങുന്നതെന്ന് കുറേ പേരിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഒരു ദിവസം നമ്മൾ ഫ്രീ പ്ലാന്റ് ഇട്ട് 5-6 ദിവസം കഴിഞ്ഞിട്ടും അത് ഫ്രീ പ്ലാന്റ് ആയിട്ട് ഉണ്ടാവില്ലല്ലോ. കാരണം അഗ്ലോണിമ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഡിമാൻഡുള്ള ചെടിയല്ലേ. അപ്പം പിന്നെ 5-6 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഈ ചെടികളൊക്കെ ഔട്ടായി. സത്യത്തിൽ കുറേ ചെടികൾ തീർന്നിട്ടുണ്ട്. എൻ്റെ ഒരു തൈ മാത്രം മാറ്റി വെച്ച് ബാക്കി വെച്ച ചെടികളൊക്കെ എൻ്റെ കയ്യിൽ മദർ പ്ലാന്റ് മാത്രം. കാരണം എനിക്ക് ഇനിയും തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. വീണ്ടും നിങ്ങളുടെ സഹകരണം ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇനിയും വേറെ ചെടികളൊക്കെ ഇതുപോലെ സെയിലിനിടും. അന്നേരം ചെറിയ റേറ്റിനായിരിക്കും ഇടുക. കാരണം അറിയാലോ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട്. അപ്പം ഓക്കെ, താങ്ക് യു.